നമസ്കാരം സുഹൃത്തുക്കളെ. കേരള നിയമസഭാ ഇലക്ഷൻ 2026 ഏപ്രിൽ 9 തീയതി നടന്നു കഴിഞ്ഞല്ലോ. മെയ് 4 തീയതി റിസൾട്ട് വരികയാണല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം നമുക്ക് പരിചയമാണ്. എല്ലാവരെയും നമുക്കറിയാം. ഇതിൽ 30,000 മുതൽ 40,000 വരെ ഭൂരിപക്ഷം കിട്ടുന്ന 22ഓളം സ്ഥാനാർത്ഥികളാണ് നിലവിലുണ്ടാവുക. അതിൽ 10 സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളാണ്, മണ്ഡലവുമാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണ്ഡലം പുതുപ്പള്ളിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ, അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ബൈ ഇലക്ഷനിൽ 37,000 ചില്ലാൻ വോട്ടുകൾ നേടിയത് നാം കണ്ടതാണ്. ഈ കുറിയും അത് ആവർത്തിക്കും. 30-നും 40-നും ഇടയിലുള്ള ഭൂരിപക്ഷം, ചിലപ്പോൾ 40-ഉം കടന്നേക്കാം. അതൊരു എൻ്റെ നിഗമനമാണ്. അടുത്തതായി നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വണ്ടൂരിൽ നിന്നും അനിൽകുമാർ AP 30,000-നും 40,000-നും ഇടയിൽ വോട്ട് പിടിച്ച് അയാൾ ഈ കുറിയും വിജയം ആവർത്തിക്കും. വൻ ഭൂരിപക്ഷമാണ് അനിൽകുമാറിന് അവിടെ നേടിക്കൊടുക്കാൻ പോകുന്നത്. അടുത്ത മണ്ഡലം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറനാട് PK ബഷീർ. കഴിഞ്ഞ നിയമസഭയിലേക്ക് 30,000 താഴെ ആയിരുന്നെങ്കിലും ഈ പ്രാവശ്യം 30-നും 40-നും ഇടയിലുള്ള ഭൂരിപക്ഷം ബഷീറിനുണ്ടാവും. നാലാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് കൊടുവള്ളിയിൽ നിന്നും ഫിറോസാണ്. ഫിറോസ് താനൂരിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടു. ഈ കുറി കൊടുവള്ളിയിലേക്ക് ഫിറോസിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടുത്തെ മത്സരം അനായാസമായി ഫിറോസ് കടന്നുപോകുന്നു. അതും വൻ ഭൂരിപക്ഷത്തിന്, 30,000-നും 40,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്നാണ് എൻ്റെ കണ്ടെത്തൽ. അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് മഞ്ചേരി നിന്നും M റഹ്മത്തുള്ള 30,000-നും 40,000-നും ഇടയിൽ വോട്ട് നേടി വൻ വിജയം കാഴ്ചവെക്കും, ഉറപ്പ്. അടുത്തതായി മലപ്പുറം നമ്മളുടെ കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട്ടി 30,000-നും 40,000-നും ഇടയിൽ വോട്ട് നേടി വിജയം വീണ്ടും ആവർത്തിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാവാൻ, UDF-ന് ഭരണം കിട്ടിയാൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള കുഞ്ഞാലിക്കുട്ടി, അതിപ്പോ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കും. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വേങ്ങര ഷാജി ഉറച്ച സീറ്റിലാണ് ഇപ്പോൾ പ്രാവശ്യം മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റു, ഈ പ്രാവശ്യം ജയിച്ചു കയറാൻ വേണ്ടി മാത്രമുള്ള മത്സരം. അതും വൻ ഭൂരിപക്ഷമായിരിക്കും. 30,000-നും 40,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം ഉറപ്പായ സ്ഥിതിയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അടുത്തതായി ഞാൻ അവതരിപ്പിക്കുന്നത് വള്ളിക്കുന്നിൽ നിന്നും TP ഇബ്രാഹിം 30,000-നും 40,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുമെന്നാണ് എൻ്റെ കണ്ടെത്തൽ. വൻ ഭൂരിപക്ഷം അവിടെയും ആവർത്തിക്കുന്നു. അടുത്തതായിട്ട് തിരൂരങ്ങാടി PMA ഷമീർ വൻ ഭൂരിപക്ഷത്തിൽ 30,000-നും 40,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി വിജയത്തിലേക്ക് വരുമെന്നാണ് കണക്കാക്കുന്നത്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് കോട്ടക്കൽ KK ആബിദ് ഹുസൈൻ തങ്ങൾ. KK ആബിദ് ഹുസൈൻ 30,000-നും 40,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി അവിടെ വൻ വിജയം കാഴ്ചവെക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 20-നും 22-നും ഇടയിൽ ആളുകൾക്ക് 40,000-നും ഇടയിൽ വോട്ടുകൾ, 30-നും 40-നും ഇടയിൽ വോട്ടുകൾ ഉണ്ടാവും. അതിൽ 10 പേരെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അതിൽ പുതുപ്പള്ളി, കൊടുവള്ളി, ഏറനാട്, വണ്ടൂർ, മഞ്ചേരി, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, കോട്ടക്കൽ, ഈ 10 മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ 10 മണ്ഡലങ്ങളിൽ 30,000-നും 40,000-നും ഭൂരിപക്ഷം ഉണ്ടാവും.
ഇതിൽ 40 കടക്കുന്നവരും 50 താഴെ വരുന്നവരും ഉണ്ടാവും. 1-2 പേര് 40 കടക്കുന്നവർ ഇതിലുണ്ടാവും. അതാണ് ഇന്നത്തെ നമ്മളെ കണ്ടെത്തൽ. അതുകൊണ്ട് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്ത പാലാ നിയമസഭാ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷനായി എൻ്റെ ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.